പാണ്ടിമേളത്തിൽ ആദ്യം വരുന്ന ഒരു വ്യത്യാസം വലന്തല അല്ലെങ്കിൽ താളം പിടിക്കുന്നതിലാണ് വരുത്തുന്നത് നമ്മൾ പറഞ്ഞു. ഇനി കൊട്ടിൽ വരുന്നൊരു വ്യത്യാസമാണ് വരാനുള്ളത്. അപ്പോൾ ഇതേപോലെ നില തുടർന്നു പോകുന്ന സമയത്ത് പ്രമാണി ഒരു സിഗ്നൽ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒപ്പം കൊട്ടുന്നവരെ നോക്കിക്കൊണ്ടും വലന്തല പിടിക്കുന്ന ആളെ നോക്കിക്കൊണ്ടും ഒരു സിഗ്നൽ കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം വരുന്ന കലാശത്തിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം എങ്ങനെയാണ്, കൊട്ടിൽ എന്താണ് വ്യത്യാസം വരുത്തുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പം നിലവിൽ ഇങ്ങനെയാണ് തുടരുന്നത്. ഗും ന ക ഗും ന കം ന ഗും ന ക ഗും കം ന ഗും കം ന ഗും ക ഗും ക ഗും ക ഗും കട ടും ഇത് ഗിഡ് തിക തര ഗിഡ് തിക ഡിക തര ഗിഡ് തിക ഡിക ന ഗിന ഡിക ന ഗിന ഡിക നക ഡിക നക ഡിക നക ഡിക നക ഡിക ഡിക ദിരി ഗിഡ് തിക തര 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 ഗിഡ് തിക ഡിക തര ഡിഡ് ഡിഡ് ഡും ന കന്ന നക ഡിക ന ഡിക തര കട ka 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 gum na ka gum na kanna gum na ka kanna അതേ നിലയിലേക്ക് തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ കലാശത്തിലാണ് വ്യത്യാസം ഉള്ളത്. കലാശം എടുക്കുന്നതിലാണ് വ്യത്യാസം. നമ്മൾ ആദ്യം മുമ്പ് എടുത്തിരുന്നത് എന്നുള്ളതാണ് എടുത്തിരുന്നത്. ഇപ്പോൾ വന്നപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് വന്ന ഈ ഒരു സമയത്ത് പ്രമാണി സിഗ്നൽ തന്നതിന് ശേഷം നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതാണ് വ്യത്യാസം. അതിനുശേഷമുള്ള ആ ഒരു ഇടിതികതര കൊട്ടിയിട്ട് കലാശം എടുക്കുന്നതിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് കൊട്ടിൽ വരുന്ന ആദ്യത്തെ ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം വരുന്നത് കലാശത്തിലാണ് ഇവിടെ വ്യത്യാസം വരുത്തുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് കൊട്ടി കാണിക്കാം. അതേ കലാശത്തിലേക്ക് കയറുകയാണ്. ഈ രീതിയിലാണ് കലാശത്തിലുള്ള വ്യത്യാസം.